പുറപ്പാട് പുസ്തകം 26 അധ്യായം. തിരുനിവാസത്തെ പിരിച്ച പഞ്ഞുനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ 10 മൂടുശീല കൊണ്ട് തീർക്കണം. നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം. ഓരോ മൂടുശീലയ്ക്ക് 28 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും, ഇങ്ങനെ മൂടുശീലയ്ക്കെല്ലാം ഒരളവ് ആയിരിക്കണം. 5 മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. മറ്റേ 5 മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുള്ള വിളുമ്പിൽ നീലനൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുള്ള വിളുമ്പിനും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. ഒരു മൂടുശീലയിൽ 50 കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയുള്ള മൂടുശീലയുടെ വിളുമ്പിലും 50 കണ്ണി ഉണ്ടാക്കണം. കണ്ണി നേർക്കുനേരെ ആയിരിക്കണം. പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കണം. തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇണയ്ക്കണം. തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടു രോമം കൊണ്ട് മൂടുശീല ഉണ്ടാക്കണം. 11 മൂടുശീല വേണം. ഓരോ മൂടുശീലയ്ക്ക് 30 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും, ഇങ്ങനെ മൂടുശീല 11 ഒരളവ് ആയിരിക്കണം. 5 മൂടുശീല ഒന്നായും 6 മൂടുശീല ഒന്നായും ഇണച്ച് 6-ാമത്തെ മൂടുശീല കൂടാരത്തിന് മുൻവശത്ത് മടക്കിയിടണം. ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും രണ്ടാമത്തെ വരിയിലെ മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കണം. താമ്രം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം ഇണച്ചുകൊള്ളണം. മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചമായി കവിഞ്ഞു കിടക്കുന്ന പാതി മൂടുശീല തിരുനിവാസത്തിന്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം. മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്ത് 1 മുഴവും അപ്പുറത്ത് 1 മുഴവും, ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിൻ്റെ 2 പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം. ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ട് മൂടുവിരിക്ക് ഒരു പുറംമൂടിയും അതിൻ്റെ മീതെ തഹശൂ തോൽ കൊണ്ട് ഒരു പുറംമൂടിയും ഉണ്ടാക്കണം. തിരുനിവാസത്തിന് ഖദിരമരം കൊണ്ട് നിവിരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിന്റെ പലകയ്ക്ക് ഒക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കണം. തെക്കുവശത്തേക്ക് 20 പലക, 20 പലകയ്ക്കും താഴെ വെള്ളികൊണ്ട് 40 ചുവട്. ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, ഇങ്ങനെ 20 പലകയുടെയും അടിയിൽ വെള്ളികൊണ്ട് 40 ചുവട് ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ മറുപുറത്ത് വടക്കുവശത്തേക്ക് 20 പലകയും ഒരു പലകയുടെ താഴെ 2 ചുവട്, മറ്റൊരു പലകയുടെ താഴെ 2 ചുവട്, ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചുവടും ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് 6 പലക ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ 2 വശത്തുമുള്ള മൂലയ്ക്ക് ഈ 2 പലക ഉണ്ടാക്കണം. ഇവ താഴെ ഇരട്ടിയായിരിക്കണം. മേലറ്റത്തോ 1-ാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം. 2നും അങ്ങനെ തന്നെ വേണം. അവ 2 മൂലയ്ക്കും ഇരിക്കണം. ഇങ്ങനെ 8 പലകയും അവയുടെ വെള്ളിച്ചുവട്, ഒരു പലകയുടെ അടിയിൽ 2 ചുവട്, മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവട്, ഇങ്ങനെ 16 വെള്ളിച്ചുവടും വേണം. ഖദിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ ഒരു ഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിന്റെ മറുഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് 5 അന്താഴം. നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം. പലക പൊന്നുകൊണ്ട് പൊതികയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കുകയും വേണം.
അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം. അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തേണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകളുള്ളതായി അതിനെ ഉണ്ടാക്കണം. പൊന്നു പൊതിഞ്ഞതും പൊൻകൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഗദിരസ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടേണം. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുചെന്ന് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന്മീതെ കൃപാസനം വെക്കണം. തിരശ്ശീലയുടെ പുറമെ നേശയും നേശയ്ക്കെതിരെ തിരുനിവാസത്തിന്റെ തെക്കുഭാഗത്ത് നിലവിളക്കും വെക്കണം. നേശ വടക്കു ഭാഗത്ത് വെക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽപ്പണിയായ ഒരു മറയും കൂടാരത്തിന്റെ വാതിലിന് ഉണ്ടാക്കണം. മറശ്ശീലയ്ക്ക് ഖദിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ടായിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് 5 ചുവടും വാർപ്പിക്കണം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവുമായിരിക്കണം. അതിന് 4 കോണിലും കൊമ്പുണ്ടാക്കണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീക്കലശങ്ങളും ഉണ്ടാക്കണം. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ടും ഉണ്ടാക്കണം. അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കണം. ജാലത്തിന്മേൽ 4 കോണിലും 4 താമ്രവളയം ഉണ്ടാക്കണം. ജാലം യാഗപീഠത്തിന്റെ പകുതിയോളം എത്തും വണ്ണം താഴെ യാഗപീഠത്തിന്റെ ചുറ്റുപടിക്ക് കീഴായി വെക്കണം. യാഗപീഠത്തിന് ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. തണ്ടുകൾ വളയങ്ങളിൽ ഇടേണം. യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ 2 ഭാഗത്തും ഉണ്ടായിരിക്കണം. പലക കൊണ്ട് പൊള്ളയായി അതുണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രകാരം തന്നെ അതുണ്ടാക്കണം. തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം. തെക്കുഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞുനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപാടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രാകാരത്തിൻ്റെ വീതിക്ക് 50 മുഴം നീളത്തിൽ മറശ്ശീലയും അതിന് 10 തൂണും അവയ്ക്ക് 10 ചുവടും വേണം. കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിൻ്റെ വീതി 50 മുഴമായിരിക്കണം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. മറ്റേ ഭാഗത്തേക്കും 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽപ്പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം. അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം. പ്രാകാരത്തിന് 400 മുഴം നീളവും എല്ലായിടവും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. അത് പിരിച്ച പഞ്ഞുനൂൽ കൊണ്ടും ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിൻ്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ട് ആയിരിക്കണം. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിനു മുമ്പിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത്
അഹ്റോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. സങ്കീർത്തനങ്ങൾ 54. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. ഇതാ, ദൈവം എൻ്റെ സഹായകനാകുന്നു. കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. ഉടനെ അതികാലത്തു തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘമൊക്കെയും കൂടിയാലോചിച്ചു യേശുവിനെ കെട്ടി കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന്, ഞാനാകുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. മഹാപുരോഹിതന്മാർ അവനെ ഏറിയൊന്ന് കുറ്റം ചുമത്തി. പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇതാ, അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉത്തരമൊന്നും പറയായകയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. എന്നാൽ ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോട് കൂടെ ബന്ധിച്ചിരുന്ന ബറബ്ബാസ് എന്നു പേരുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു. പുരുഷാരം കയറി വന്നു. അവൻ പതിവ് പോലെ ചെയ്യണം എന്നപേക്ഷിച്ചു തുടങ്ങി. മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട്, യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണം എന്നിച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്നാൽ അവൻ ബറബ്ബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പീലാത്തോസ് പിന്നെയും അവരോട്, എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്നു നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അവനെ ക്രൂശിക്ക എന്നവർ വീണ്ടും നിലവിളിച്ചു. പീലാത്തോസ് അവരോട്, അവൻ എന്തു ദോഷം ചെയ്തു എന്നു പറഞ്ഞാറേ, അവനെ ക്രൂശിക്ക എന്നവർ അധികമായി നിലവിളിച്ചു. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ച് ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി. അവനെ രക്താംബരം ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവനെ ചൂടിച്ചു. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്നു പറഞ്ഞു വന്ദിച്ചു. കോൽ കൊണ്ട് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അലസന്തറിൻ്റെയും റൂഫസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോദ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു. അവന് വാങ്ങിയില്ല. അവനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണം എന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു. 3-ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവൻ്റെ കുറ്റം മീതെ എഴുതിയിരുന്നു. അവർ 2 കള്ളന്മാരെ ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി അവനോട് കൂടെ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. കടന്നു പോകുന്നവർ തല കുലുക്കിക്കൊണ്ട്, ഹാ ഹാ, മന്ദിരം പൊളിച്ച് 3 നാളുകൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ. നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രയേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു.
അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 9 മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു. അരികെ നിന്നവരിൽ ചിലർ കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ചു ഒരു ഓടക്കോലിന്മേലാക്കി, നിൽപ്പിൻ, ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്നു പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു. യേശു ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളവും 2 ചീന്തിപ്പോയി. അവന് എതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട്, ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിൻ്റെയും യോസേയുടെയും അമ്മ മറിയയും ശലോമിയും ഉണ്ടായിരുന്നു. അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അവനോട് കൂടെ യെരുശലേമിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ ശബത്തിന്റെ തലനാളായ ഒരുക്കനാൾ ആകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവരുമായ അരിമത്വയിലെ യോസേഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു ശതാധിപനെ വിളിച്ചു. അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായല്ലോ എന്നു ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസേഫിന് നൽകി. അവനൊരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞു. പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറവാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടിവെച്ചു. അവനെ വെച്ച ഇടം മഗ്ദലക്കാരത്തി മറിയയും യോസേയുടെ അമ്മ മറിയയും നോക്കിക്കണ്ടു.